മറ്റൊരു കാര്യം, ഒമൻ കഫ വലബഹു സതറല്ലാഹു ഔറതഹു. ഓരോ ഇതും വലിയ വലിയ പോയിന്റുകളാണ്. ഒമൻ കഫ വലബഹു, ആരെങ്കിലും തൻ്റെ കോപം അതിനെ അടക്കി വെച്ചാൽ, ഒമൻ കഫ ഒതുക്കി വെച്ചാൽ, അടക്കി വെച്ചാൽ, വലബഹു തൻ്റെ കോപത്തെ തടുത്താൽ, സതറല്ലാഹു ഔറതഹു, സതറല്ലാഹ് അല്ലാഹു തആല മറച്ചു വെക്കും, ഔറതഹു അവൻ്റെ പോരായ്മകൾ, ന്യൂനതകൾ, നഗ്നതകൾ അല്ലാഹു തആല മറച്ചു വെക്കും. ദേഷ്യം വരുമ്പോൾ ആ ദേഷ്യം ഒതുക്കുക, ദേഷ്യം ക്ഷമിക്കുക. അത് നമ്മുടെ മറ്റു പല പോരായ്മകൾ ജനമധ്യത്തിൽ വെളിവാകാതിരിക്കാൻ, വഷളാക്കപ്പെടാതിരിക്കാൻ നിമിത്തമാകുന്ന. ദേഷ്യം നടപ്പാക്കാൻ കഴിയും, അപ്പോൾ ഒന്നാകെ ഇളകില്ല. ദേഷ്യം വരുമ്പോൾ ശാന്തമായിരിക്കുക. നബി ഞങ്ങൾ പഠിപ്പിച്ച് നിൽക്കുകയാണെങ്കിൽ ഇരിക്കുക, ഇരിക്കുകയാണെങ്കിൽ കിടക്കുക എന്നാണ് നമ്മൾ തിരിച്ച ചെയ്യുക. ദേഷ്യം വരുമ്പോൾ എണീക്കില്ല, അവിടെ നിന്നിട്ട് ഇരിക്കണമെന്ന് എണീക്കും, എന്നെ വെറുതെ ഏൽപ്പിച്ചിട്ടുണ്ടാറി. അപ്പം തിരിച്ചാണ് വേണ്ടത്. നിൽക്കുന്ന ആളാണെങ്കിൽ വേഗം അവിടെ ഇരിക്കാൻ വേണ്ടത്. ഇന്നത്തെ ദേഷ്യം പൗതിയായി കുറയും. കിടന്നുകാണ്ട് ചൂടാൻ വയ്ക്കൂലല്ലോ, കിടന്നുകാണ്ട് ഒരിക്കലും വേഗം ചൂടാകാൻ വയ്ക്കൂല. അവിടെ നിന്ന് എണീറ്റെങ്കിൽ മാത്രമേ ചൂടാൻ കഴിയുള്ളൂ. അപ്പം അവിടെയാണ് നബി പഠിപ്പിച്ചത്, നിൽക്കുന്നവൻ ഇരിക്കുക, ഇരിക്കുന്നവൻ കിടക്കുക, ഒതുവ് ചെയ്യുക. ഇതുകൊണ്ട് മാറുന്നില്ലെങ്കിൽ പോയി ഒതുവ് ചെയ്യുക. അപ്പോൾ ദേഷ്യം ഇങ്ങനെ വരികയാണെങ്കിൽ ഒക്കെ ഇവിടെ ഒതുണ്ടാക്കി വരാം. എന്നാൽ ഒതുണ്ടാക്കി പോയെന്നുണ്ടെങ്കിൽ പിന്നെ ഒന്നും ഉണ്ടാവില്ല. ഒതിർത്ത് വരുമ്പോൾ ആ ദേഷ്യമൊക്കെ, കാരണം ദേഷ്യം പൈശാചികമാണ്. ഒതുവ് ചെയ്യുമ്പോൾ അതൊക്കെ തണുത്ത് ഇല്ലാതായി പോകും. അപ്പം ദേഷ്യം ഒരാൾ അടക്കി വെക്കുക, ദേശത്തെ ഒതുക്കി വെക്കുക എന്നത് വലിയ പുണ്യമുള്ള കാര്യമാണ്. നമ്മുടെ അഴിബുകൾ, നമ്മുടെ ഔറത്തുകൾ, നഗ്നതകൾ, നമ്മുടെ പോരായ്മകൾ ജനമധ്യത്തിൽ അത് അറിയപ്പെടാതിരിക്കുവാൻ, വഷളാക്കപ്പെടാതിരിക്കുവാൻ അതൊക്കെ കാരണമായി